വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പറയുന്നതല്ല പിന്നീട് മാറ്റി പറയുന്നത്. ഏഹ്, പിന്നീട് മാറ്റി പറയുന്ന കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം മാറ്റി പറയാറുണ്ട്. അദ്ദേഹം ഒരു ലോക കോമാളിയായി മാറുന്നു എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തായി പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ പവറുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ പവറുണ്ട്. ലോക പോലീസിന്റെ തലവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ പവർ ഉപയോഗിച്ച് അദ്ദേഹം ഇപ്പൊ ഗ്രീൻലാൻഡ് പോലുള്ള രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കുമെന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും അദ്ദേഹം കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുമുണ്ട്. ആദ്യം പറഞ്ഞു നരേന്ദ്രമോദി എന്നെ പ്രീതിപ്പെടുത്തിയില്ലെന്ന് പറയുന്നു. പിന്നെ പറയുന്നു നരേന്ദ്രമോദി എന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് ഞാൻ താരിഫ് കുറയ്ക്കുമെന്ന് പറയുന്നു. ഇപ്പൊ ദാ വീണ്ടും മാറ്റി പറഞ്ഞിട്ട് 500% താരിഫ് ഈ ഇന്ത്യക്കും ചൈനയ്ക്കും ഏർപ്പെടുത്തും എന്നാണ് ഡൊണാൾഡ് ട്രംപ് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്താണ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ വീണ്ടും ഉദിച്ച് വന്നിരിക്കുന്ന പുതിയ പ്രശ്നം? ബ്രിക്സ് രാജ്യങ്ങളോട് അദ്ദേഹത്തിനുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ പല ആൾക്കാരും പല നിരീക്ഷകന്മാരും ഇപ്പോ പറയുന്നത് അത് നിരീക്ഷണം മാത്രമാണ്. ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ബ്രസീലിന്റെ പ്രസിഡന്റ് ലുല ഡാ സിൽവയെ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ലുല ഡാ സിൽവ ഡൊണാൾഡ് ട്രംപിനെക്കാട്ടിലും വലിയ ഒരു എന്താ പറയുക ഒരു പൊങ്ങിയാണ്, ഒരു വാചാടോപത്തിൽ അഗ്രഗണ്യനാണ്. ഡൊണാൾഡ് ട്രംപ് എടാന്ന് വിളിച്ചാൽ നീ പോടാന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ലുല ഡാ സിൽവ എന്ന് പറയുന്നത്. അത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ എന്താണിപ്പോ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുള്ളി 500% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് ഏർപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടോ? ഡൊണാൾഡ് ട്രംപ് എന്താ തോന്നുന്നത് ചേട്ടാ? അത് ഏർപ്പെടുത്തും എന്ന് തന്നെയാണ്. കാരണം അത് സംബന്ധിച്ചുള്ള ബില്ല്, അതായത് ദ്വികക്ഷി റഷ്യ ഉപരോധ ബില്ലെന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യക്കെതിരെ ഓൾറെഡി ഉപരോധമാണല്ലോ. അപ്പൊ ആ റഷ്യയുമായി ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്കുള്ള ഉപരോധം എന്നുള്ളത് തന്നെയാണ് ദ്വികക്ഷി ഉപരോധം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 500% താരിഫ് എന്ന് നമ്മൾ ഭംഗിവാക്കിൽ പറഞ്ഞാൽ അത് അതിന്റെ യഥാർത്ഥ വാക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഉപരോധം എന്ന് തന്നെയാണ്. അതിന്റെ ഒരു വലിയ ഒരു ഭാഗമാണ് 500% താരിഫ് അടിക്കുക എന്ന് പറഞ്ഞ ഒരു കുന്തവും പിന്നെ അങ്ങോട്ട് കയറ്റിവിടാൻ പറ്റില്ല. അപ്പൊ തന്നെ ഒരു ഉപരോധം എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു ഭംഗിവാക്ക് എന്ന രീതിയിലാണ് നമുക്ക് അതിനെ കാണാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള ബില്ല് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഇതിന്റെ പ്രഖ്യാപനം ട്രംപ് നടത്തുമെന്നാണ് എക്സ് പോസ്റ്റിൽ അവരുടെ സെനറ്റർ ലിൻ സെഗ്രഹാം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഉടനടി പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ ഇനിയിപ്പം ഈ ജനുവരി 20 ആകാനധികം സമയമില്ല. അപ്പൊ അദ്ദേഹം അതിൽ കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഞാൻ ഈ താരിഫ് ഉയർത്തിയത് മൂലം $600 ബില്യൺ ലാഭം അമേരിക്കയ്ക്ക് കിട്ടി എന്ന് പറയുകയുണ്ടായി. ഞാൻ വളരെ വരച്ച വരയിൽ നിർത്തിയെന്ന്. പിന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോട് കലിപ്പ് വരാൻ മറ്റൊരു കാരണമുണ്ട്. ഇന്നലെ ഒരു വലിയ വാർത്ത വന്നിരുന്നു. എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി മുതൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ട്രേഡിങ് രൂപയിലായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കൗതുകം. ട്രംപിനെ ചൊറിയിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകവും ഇത് തന്നെയാണ്. അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ കുറെ വാഗ്ദാനം ജനങ്ങൾ കൊടുത്തില്ല. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഡോളറിനെതിരെ ലോകത്ത് ആരും ഒന്നും വിനിമയം നടത്തില്ല, ഡോളർ തന്നെ ആയിരിക്കും എല്ലാവരും വിനിമയം നടത്തുന്നു പറഞ്ഞു. പക്ഷെ ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് 13 രാജ്യങ്ങളുമായിട്ട് റുപ്യയിലാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്. റഷ്യയുമായിട്ട് ഇപ്പൊ നമ്മൾ കച്ചവടം നടത്താനുള്ള എല്ലാ എഗ്രിമെന്റും ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ FBI കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് വന്നത് ഇസ്രായേലുമായിട്ട് നമ്മൾ രൂപയിലാണ്. അപ്പൊ ഏതാണ്ടൊക്കെ നമ്മൾ ഇത്രയും രാജ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഫ്രീ ട്രേഡിംഗ് ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങളോട് നമ്മൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടക്കം ഞങ്ങൾ റുപ്പീസിലാണ് ഇത് കച്ചവടം ചെയ്യാൻ. അതൊരു കാരണമുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം, ഈ താരിഫ് വന്നിട്ട് നമ്മൾ കുലുങ്ങിയില്ല എന്ന് മാത്രവുമല്ല, നമ്മൾ ഈ എണ്ണ വാങ്ങൽ അനസൂതം തുടരുകയുമാണ്. ഇവിടെയാണ് ട്രംപിന്റെ ഒരു കള്ളത്തരം പൊളിയുന്നത്. ട്രംപ് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഓർഡർ ഇട്ടു, അതോടുകൂടി എണ്ണ ഇന്ത്യ വാങ്ങുന്നില്ലെന്ന് പറഞ്ഞു. കേരളത്തിലടക്കം ചില മാധ്യമങ്ങൾ ആ വാർത്ത വലിയ ഗംഭീരമായി മോദി ട്രംപിന് മുമ്പിൽ മുട്ടുമടക്കി എണ്ണ വാങ്ങൽ നിർത്തിയെന്ന്. ഇപ്പൊ നിർത്തിയില്ലെന്ന് ട്രംപിന്റെ വായിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ട്രംപ് ഇപ്പൊ പറയുന്നത് വെച്ചാൽ കുറച്ച് എണ്ണ വാങ്ങൽ കുറച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എണ്ണ വാങ്ങല് നിർത്തിയെങ്കിൽ പിന്നെ താരിഫിന്റെ പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഒരു പ്രഷർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യയെടുത്തുള്ളൊരു പ്രഷർ അല്ല, ഇത് പ്രധാനമായും റഷ്യയുടെ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന ഒരു നീക്കമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് ആ പോസ്റ്റിൽ ഉടനീളം പറയുന്നത്. അതായത് ഈ റഷ്യയെ സാമ്പത്തികമായി വില കുറഞ്ഞ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങി അവരെ സാമ്പത്തികമായി യുദ്ധത്തിൽ സഹായിക്കുകയാണ് ഇന്ത്യയും ചൈനയും ബ്രസീലിന്റെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം കൂടിയാണ് ഇദ്ദേഹം ഈ താരിഫ് ചുമത്തുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകാം. ഒന്ന്, മുൻപ് ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യ എണ്ണ നിർത്തിയിട്ടില്ല, കുറച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. നമ്മളിതുവരെ ഏറെക്കാലമായിട്ട് പറയുന്നുണ്ട് എണ്ണ വാങ്ങൽ ഇന്ത്യ നിർത്തിയിട്ടില്ല, കണക്ക് സഹിതം നമ്മൾ പറയുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഇതും അദ്ദേഹത്തിന്റെ ഈ ജനുവരി 20 1-ാം വാർഷികം പ്രമാണിച്ചിട്ട് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ താൻ അജയ്യനാണ്. എനിക്ക് തോന്നുന്നു ഈ വെനുസുലയില് പുള്ളി നടത്തിയ ഈ ഒരു ഹൈജാക്ക് തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയാൻ കഴിയും. ആ തട്ടിക്കൊണ്ടുപോകല് പുള്ളി ഗംഭീരമായി ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു തട്ടിക്കൊണ്ടുപോകലിന് ശേഷം ലോകത്ത് ഒരു രാജ്യവും വലിയ രീതിയിൽ വന്നില്ല. റഷ്യ, ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങളൊക്കെ അതിന് ഇന്ത്യ അപലപിക്കുകയായിരുന്നില്ല, വലിയ ആശങ്ക രേഖപ്പെടുത്തുകയും അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിൽ ട്രംപ് വേറൊരു നീക്കം കൂടെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടുന്ന 66 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു കരാറിൽ നിന്നും ഒരു സഖ്യത്തിൽ നിന്നും അമേരിക്ക ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. അതായത് ഈ കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ചും ഊർജ ഉൽപാദനം കൂട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളതാണ്. അതിനകത്ത് ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആണ്. അതിന്റെ ഹെഡായിട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അങ്ങനെ 66 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് UN നിന്ന് അദ്ദേഹം ആ ഒരു ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. UN നിന്ന് വിഡ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ വാർത്തയൊന്നുമല്ല. കാരണം അമേരിക്കയുടെ ഒരു സാമന്തന്മാരെ പോലെ, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സംഘടനയെ പോലെയാണ് UN പലപ്പോഴും പെരുമാറാറുള്ളത്. UN ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് റോള് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇന്ത്യ പലവട്ടമായിട്ട് പറയുന്നുണ്ട് ഈ സ്ട്രക്ചർ പോരാ, ഈ സ്ട്രക്ചർ പൊളിച്ച് പണിതണം, ഇല്ലെങ്കിൽ പുതിയൊരു സംവിധാനം കൊണ്ടുവരണം. അതൊക്കെയാണ് ഈ ബ്രിക്സിന്റെയും ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഒക്കെ ഒരു അടിസ്ഥാനം. അത് തന്നെയാണ്. UN ഈ രീതിയിൽ പോക്ക് നടക്കില്ല. കാരണം ഇനി കൂടുതൽ രാജ്യങ്ങൾ വന്ന് നമുക്ക് മറ്റൊരു രീതി പോകണമെന്ന് പറയുന്നു. അപ്പൊ അവിടുന്ന് അമേരിക്ക പിൻവാങ്ങിയത് തന്നെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് വെറുമൊരു സംഘടനയല്ല, എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഥ പറയാനും ചായ കുടിക്കാനും കൂടെ ഉള്ളതല്ല. ഫണ്ട് റേസിംഗ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സഹായങ്ങളുമുണ്ട്. ഇപ്പൊ യുനെസ്കോ ഒക്കെ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ചില വിഷയങ്ങൾ കൂടെ ഉണ്ട്. ഏതായാലും ഈ താരിഫ് കൊണ്ടുവരികയാണെങ്കിൽ ട്രംപ് ഒരേ സമയം ലോകത്തെ എല്ലാ വൻകിട ശക്തികളോടും പോരാടുന്ന വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ, അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്താൻ ഇത് ഉതകും. കാരണം മഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, റഷ്യയുടെ വെസലുകൾ പിടിച്ചെടുക്കുന്നു, ഒപ്പം തന്നെ ഇന്ത്യ, ചൈന, ബ്രസീൽ പോലെയുള്ള വൻകിട രാജ്യങ്ങൾക്ക് താരിഫ്, അതും ഒരു യുദ്ധം തന്നെയാണല്ലോ. ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ, താരിഫ് ഒരു യുദ്ധമാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കുന്ന ഒരു വലിയ പോരാളി എന്നുള്ള നിലയിലേക്ക് പുള്ളി സ്വയം ഒരു ഡോൺ ക്രിസ്കോ പോലെ ഉയരുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഈ താരിഫ് 500% ഉയർത്തി എന്ന് പറയുന്നത് എത്രത്തോളം അമേരിക്കയ്ക്ക് തന്നെ ഗുണകരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അവർക്കും മറ്റു രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സോയാബീൻ അടക്കമുള്ള ഘടകങ്ങളുണ്ട്. ചൈന അടക്കം ഈ അമേരിക്കൻ സോയാബീന്റെ ഒരു വില കൂടുതലാണ്. എന്നിട്ട് പോലും അമേരിക്കയുടെ സോയാബീൻ വലിയ രീതിയിൽ ഇറക്കിക്കൊണ്ടിരുന്ന രാജ്യമാണ് ചൈന. അവരിടയ്ക്കത് നിർത്തിവെച്ചു. ഇന്ത്യയിൽ കൂടുതൽ സോയാബീൻ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക. കാരണം അമേരിക്കയുടെ വലിയൊരു ഉൽപാദകരാണ് അമേരിക്ക. സോയാബീന്റെ അടക്കമുള്ള ചോളത്തിന്റെ ഒക്കെ ഒരു വലിയ ഉൽപാദകരാണ്. അവിടെയാണ് ഇതിന്റെ ഒരു വിഷയം നടക്കുന്നത്. ഇപ്പൊ നമ്മളൊരാൾക്ക് താരിഫ് അടിച്ചു കൊടുക്കുമ്പോൾ ശരിയാണ്, നമ്മളും അവരും തമ്മിൽ വലിയ ട്രേഡിങ് ഇല്ല, കുറവാണ്. ഇപ്പൊ ഇത്രയും 50% താരിഫ് ഏർപ്പെടുത്തിയിട്ട് നമുക്ക് ബാധിച്ചിട്ടുണ്ടത്, വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ ഒരു 500% താരിഫ് കൂടെ ഏർപ്പെടുത്തുമ്പോൾ എന്ത് ബാധിക്കുമെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, അന്ന് 50% താരിഫ് ഉയർത്തിയപ്പോൾ ചില ഐറ്റംസിന് താരിഫുകൾ ഉയർത്തിയില്ലായിരുന്നു. ഇപ്പൊ ട്രംപ് പറയുന്നത് എല്ലാ സാധനത്തിനും ഞാൻ 500% താരിഫ് കൊടുക്കും, അതായത് നമ്മുടെ ഫാർമ അടക്കം കൊടുക്കും എന്ന് പറയുമ്പോൾ അത് നമ്മളെ കുറച്ചൊക്കെ ബാധിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യ കുറച്ചുകൂടി പോകുന്നു. ഇന്ത്യയുടെ മറ്റ് വിപണികൾ, പ്രത്യേകിച്ച് ആയുധ വിപണിയൊക്കെ ഇന്ത്യ കുറച്ചുകൂടെ വലുതാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം UAE നമ്മുടെ സൈനിക മേധാവി ദ്വിവേദി 2 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട്. അവിടെ മറ്റൊരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അവിടെ സൗദിയും UAEയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ്. യമനില് സൗദി അറ്റാക്ക് നടത്തി, അത് UAEയുടെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അവിടുത്തെ ആ ഒരു മിലീഷ്യൻ ഗ്രൂപ്പ് ഉണ്ട്, അതിനെ UAE നയിക്കുന്നത്. അങ്ങനെ UAEയുടെ സൈന്യമൊക്കെ പോയി. ഇപ്പൊ UAE ഇതിനകത്ത് ഒരു രാജ്യം പെട്ടുപോയി, പാകിസ്ഥാൻ പെട്ടുപോയി. പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരുമായിട്ടുള്ള എല്ലാ കരാറും വിട്ടേക്കാം UAE ആയിട്ടുള്ളത്. UAE പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് തരാനുള്ള പൈസ തിരിച്ചു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇവന്മാരെല്ലായിടത്തും പൈസയും മേടിക്കുമല്ലോ, എന്തും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവിടെ അതിനിടയ്ക്ക് ഇന്ത്യയുടെ ഈ ദ്വിവേദി പോയിട്ട് 2 ദിവസത്തെ ഒരു മീറ്റിംഗ് സൈനിക മേധാവി പോയിട്ട് UAE നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ട്രംപ് ഇപ്പൊ ഈ താരിഫ് വിഷയം കൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജനുവരി, എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വരി കൂടെയുണ്ട് അതിനകത്ത്, ഇത് അനിശ്ചിതകാലത്തേക്കല്ല, ഒരു ഷോർട്ട് ടൈമിലേക്കാണെന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിനിടയ്ക്ക് എങ്ങോട്ടെങ്കിലും ഒരു ആക്രമണം എവിടെങ്കിലും നടന്നാൽ ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ ഇപ്പൊ കൊണ്ടുവന്ന് ഹൈപ്പൊക്കെ പോകും.
ഒന്നുകിൽ റഷ്യ എങ്ങോട്ടെങ്കിലും ഒരു ആക്രമണം, യുക്രൈനൊക്കെ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തുകയോ, ചൈന തായ്വാനിലേക്ക് ഒരു ഇൻവേഷൻ എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ തായ്വാനിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആക്രമണം നടത്തും. ഇതൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ ഒരു ആക്രമണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ ഈ പറയുന്ന ഇതും ട്രംപിന്റെ ജനുവരി 20 പക്ഷേ എന്താണ് പ്രസിഡന്റ് ആഘോഷം എല്ലാം കുളവാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം ഇപ്പൊ പുള്ളി ഉയർത്തിക്കൊണ്ടുവന്നൊരു ഹൈപ്പ് ഉണ്ട്. കാരണം ഒന്ന്, അവരുടെ രാജ്യത്ത് പുള്ളിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറെ എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകൾ കാരണം പുള്ളി മുക്രയിട്ടിട്ടും മമതാനി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ വന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ലൈനത്തിനാണ് പുള്ളി പോകുന്നത്. അതുമാത്രമല്ല, ഈ താരിഫ് ഉയർത്തിയത് മൂലമുള്ള പ്രശ്നങ്ങൾ, H1B വിസയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അങ്ങനെ അവിടുത്തെ അടിസ്ഥാന വർഗ്ഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പണപ്പെരുപ്പമുണ്ട്. ഇങ്ങനെ അനവധി വിഷയങ്ങൾ പുള്ളിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം ഒറ്റയടിക്ക് ഒരു തൽക്കാലത്തേക്ക് ഈ മാജിക് കൺകെട്ടുകാരനില്ലേ, മാജിക്കുകാരൻ ചെയ്യുന്നത് ഒറ്റയടിക്ക് ഒന്ന് ഒന്ന് മൂടിക്കെട്ടുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. പക്ഷെ ഈ മറുഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളൊന്നും ചെറുതല്ല. അവരെന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് നടത്തിയാൽ ഈ കൺകെട്ടും പൊളിയും എല്ലാം പൊളിയും ഈ 1-ാം വാർഷികം മൊത്തത്തിൽ അളിഞ്ഞു വാരിച്ച് നാശമായി പോകും എന്ന് തോന്നുന്നു. കാരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഈ ജനുവരി 20 അടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവരെങ്ങോട്ടെങ്കിലും ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഒറ്റ മിസൈൽ വിട്ടാൽ മതി എങ്ങോട്ടെങ്കിലും. യുദ്ധം ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്, യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുമില്ല അപ്പോൾ. പക്ഷെ ആ ഒരു ഇതിനെ ചൊല്ലി എല്ലാ മാധ്യമങ്ങളുടെയും ലോകത്തിന്റെയും ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. അവിടെ പിന്നെ ട്രംപിന്റെ മഡൂറോയ്ക്കും ഒന്നും വലിയ വാല്യം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇപ്പോഴീ 500% താരിഫ് എന്നുള്ളത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാജ്യം, നേരത്തെ തനിഷ് പറഞ്ഞ ബ്രസീലിന്റെ ഒക്കെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇതിനേക്കാൾ വലിയ ഡയലോഗ് വീരനാണ്. പുള്ളിയൊക്കെ തിരിച്ചെന്തെങ്കിലും പറയുകയോ ചൈന കടുത്ത നടപടിയിലേക്ക് പോവുകയോ ചെയ്താൽ അവിടെയും ഈ ആഘോഷങ്ങൾക്ക് മങ്ങലേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ട്രംപ് ഒരേ സമയം തന്നെ റഷ്യക്കും ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമെതിരെ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തുറന്ന യുദ്ധത്തിലേക്ക് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക്.